ഒരു മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് പലപ്പോഴും താളക്രമം തെറ്റി ക്യാൻസർ ടിഷ്യൂയിലേക്ക് മാറിപ്പോകാം. ജനറ്റിക്കിനെയോ എപ്പിജനറ്റിക്കിനെയോ നമ്മൾ പറയുമ്പോഴും അതിലെ ഒരു പ്രധാന തന്തുവായി, പ്രധാന കാരണമായി രണ്ട് കാര്യങ്ങളെ നമുക്ക് എടുത്തറിയിക്കാം. ഒന്ന്, ആ സെല്ലിലെ, ആ കോശത്തിൻ്റെ അകത്ത് pH ഉണ്ടാകുന്ന വ്യത്യാസം. സെല്ലിനകത്ത് pH ആൽക്കലനായി മാറുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥയിൽ പലപ്പോഴും ആ സെല്ല് ഒരു ട്യൂമർ സെല്ലായിട്ടോ ഒരു ക്യാൻസർ സെല്ലായിട്ടോ മാറാം. രണ്ടാമത്തെ കാരണം പുവറായിട്ടുള്ള ഒരു എനർജി മെറ്റബോളിസമാണ്. അതായത് നമ്മുടെ സെൽസ് നമ്മുടെ കോശത്തിനകത്ത് മൈറ്റോകോൺട്രിയയിൽ ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ATPയും കാർബൺ ഡയോക്സൈഡായിട്ട് മാറുന്ന നോർമൽ പ്രൊസീജിയറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ട് ഓക്സിജൻ്റെ അഭാവത്തിൽ ഗ്ലൂക്കോസ് എനർജിയായിട്ട് മാറുകയും ലാക്റ്റേറ്റ് ബൈ പ്രോഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥകൾ പലപ്പോഴും നോർമൽ സെല്ലിനെ ക്യാൻസർ ടിഷ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം വളരെ കൂടുതലാണ്.